Hello friends, welcome to Indian stock market. നിങ്ങൾക്ക് എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപമുണ്ടോ? എങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ലാഭം വർദ്ധിപ്പിക്കാനുള്ള 3 മാർഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഭാവിയിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും നിക്ഷേപം നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ നിക്ഷേപ രീതി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് മിക്കവരുടെയും നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളിലൊന്നാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അച്ചടക്കത്തോടെയും ഡിസിപ്ലിനായിട്ടും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നേട്ടം കൊയ്യാവുന്ന ഒരു വലിയൊരു മാർഗം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്നത്. മ്യൂച്വൽ ഫണ്ടിലൂടെ എങ്ങനെ നമുക്ക് നിക്ഷേപത്തിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കാൻ വേണ്ടി പറ്റും, അതിനെക്കുറിച്ചുള്ള 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തേത് SIP. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, പക്ഷെ ഇതുപോലും അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ മാർഗം SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ ഒരു SIP എന്ന് പറയുന്നത് ജനകീയമായ ഒരു നിക്ഷേപ ശൈലിയാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ മേഖലയിൽ പ്രത്യേകിച്ചും വിപണിയെ സംബന്ധിച്ച കാര്യമായ അറിവൊന്നും നിക്ഷേപകന് ഇല്ലെങ്കിൽ കൂടിയും SIP ശൈലിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം നടത്താൻ വേണ്ടി സാധിക്കും. വിപണിയിലെ സാഹചര്യം പരിഗണിക്കാതെ തന്നെ നിക്ഷേപം ആരംഭിക്കാനും തുടരാനും SIPയിലൂടെ സാധ്യമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകമായൊരു സവിശേഷത എന്നത്. നിശ്ചിതമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക വീതം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് നിക്ഷേപിക്കുന്ന ഒരു ശൈലിയാണ് SIPയിൽ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ വിപണി താഴ്ന്നു നിൽക്കുന്ന സമയങ്ങളിൽ പോലും കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നു. ഇതിലൂടെ വിപണി തിരികെ കയറുന്ന അവസരത്തിൽ നിക്ഷേപ മൂല്യം നല്ലോണം വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം. ചുരുക്കത്തിൽ SIP നിക്ഷേപം ലളിതവും താരതമ്യേന മികച്ച റിട്ടേണും നൽകാൻ വേണ്ടി ശേഷിയുള്ളതാണെന്നുള്ളതാണ് സാരം. അപ്പോൾ SIP നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് SIP ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് STP ആണ്, അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഒരു മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപത്തെ മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റിയെടുക്കാൻ നിക്ഷേപകരെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു STP. ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിലെ 2 സ്കീമുകൾക്കിടയിലും 2 വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലെ സ്കീമുകൾ തമ്മിൽ നിക്ഷേപം മാറ്റിയെടുക്കാനും STP അനുവദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു നിക്ഷേപകന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലായിരുന്നു നിക്ഷേപം എന്ന് നമ്മൾ ചുമ്മാ ഒന്ന് കരുതുക. ഓഹരി വിപണിയിൽ ഇടിവ് നേരിടുമ്പോൾ നിക്ഷേപത്തിന്റെ കൂടുതൽ സുരക്ഷിതത്വത്തിനായി ഡെപ്റ്റ് ഫണ്ടിലേക്ക് നിക്ഷേപം മാറ്റിയെടുക്കാൻ STPയിലൂടെ നമുക്ക് സാധിക്കും. ഇതിലൂടെ നിക്ഷേപകന്റെ കൈവശമുണ്ടായിരുന്ന ലാർജ് ക്യാപ് ഫണ്ടിനെ വിപണിയുടെ മോശം സാഹചര്യങ്ങളിൽ നേരിടാമായിരുന്ന നഷ്ടം ഒഴിവാക്കിയെടുക്കാനും അതുകൊണ്ട് കൂടുതൽ വരുമാനം നമുക്ക് കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് STP എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. STPയും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ്. അടുത്തതാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നേരത്തെ ഞാൻ SIPനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ആ SIP എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു SWP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിക്ഷേപം വിഡ്രോ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് പിൻവലിക്കാതെ ഘട്ടം ഘട്ടമായിട്ട് നിശ്ചിത ഇടവേളകളിൽ ഒരു വിഡ്രോവൽ നടത്തുന്ന ഒരു രീതിയാണ് SWP എന്നത്. ഫണ്ട് നല്ലോണം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കുന്നതെങ്കിൽ നമ്മുടെ ആദായം മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു മികച്ച ഓപ്ഷനാണ് ലഭ്യമാകുന്നത്. അതുപോലെ ഒരു നിശ്ചിത ഇടവേളകളിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് നിക്ഷേപത്തിനായും ഈ ഒരു രീതി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാർക്കറ്റിൻ്റെ സാഹചര്യത്തിനനുസൃതമായി കൂടുതൽ റിട്ടേൺ നേടാനുള്ള സാധ്യത നിലനിർത്തുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ SWPയും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇതും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കൂടുതൽ വരുമാനം നേടുന്നതിനുള്ള കുറച്ച് സെറ്റിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതറിയുന്ന കുറേ ആളുകളുണ്ട്, പക്ഷേ ബിഗിനേഴ്സ് മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫീൽഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.